इसका अंदर क्या है दिखा ओ हाँ वो अच्छा है ना नंग എന്ന് പറയുന്നത് नहीं चाहिए हाँ ये ना का 5 रुपए नॉन चलती काटू मानेगा അവധി ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റിലെത്തുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇന്നലെ ഞായറാഴ്ചയല്ലായിരുന്നു, ഏട്ടന് അവധിയും കൂടെ. അങ്ങനെ 6:30 മണിയായപ്പം ഇവിടെ എത്തി കേട്ടോ. ലക്കി വന്നില്ല, അവൻ ഉറങ്ങായിരുന്നു കേട്ടോ, വിളിച്ചില്ല, സ്കൂൾ അവധിയല്ലായിരുന്നു. അങ്ങനെ നേരത്തെ വന്നു കഴിഞ്ഞാലേ ഇപ്പം മീൻ കിട്ടത്തുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പം രാവിലെ മീൻ കൊണ്ടുവച്ചിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പം ഇവരെല്ലാം കാലിയാക്കും, പിന്നെ ഒന്നും കാണത്തില്ല കേട്ടോ. ഈ ഭാഗത്തൊക്കെ നല്ല വെയിലാവും, ഇവരൊന്നും പിന്നെ ഇരിക്കാൻ പറ്റാത്ത ഒരു ഇതിലാവും. അതുകൊണ്ട് വേഗം വിറ്റ് ഉള്ളതൊക്കെ പറക്കി കെട്ടിപ്പോവും കേട്ടോ. ഇപ്പം മീനുകളൊക്കെ വേണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാലേ പറ്റുള്ളൂ. അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ടായിരുന്നേ, വങ്കടയും അയലയും പിന്നെ ഞണ്ട്, കണവ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വങ്കട വാങ്ങിക്കാമെന്ന് വിചാരിച്ചേട്ടോ. ചേച്ചി ഇതിൻ്റെ തോലൊക്കെ നല്ല ഭംഗിയായിട്ട് ഇരിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം വങ്കടയും വാങ്ങിക്കാം, പിന്നെ കണവ ഇരിപ്പുണ്ട്, അതും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഇതുപോലെ തോലൊക്കെ വൃത്തിയാക്കി തന്നില്ലെങ്കിൽ പിന്നെ വാങ്ങിക്കത്തില്ല കേട്ടോ. ചില ദിവസം ഇവർ ഭയങ്കര മടിച്ചികളാവും, അപ്പം പിന്നെ ഈ മീൻ വാങ്ങിക്കാണ്ട് പോകും കേട്ടോ. എനിക്കിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തോൽ ഉരിച്ചെടുക്കാൻ വലിയ പാടാണ്. എനിക്കിത് അറിഞ്ഞുകൂടാത്ത സമയത്ത് ഞാൻ വാങ്ങിച്ചിട്ട് പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഇതിൻ്റെ തോലൊന്ന് ഉരിച്ചെടുക്കാൻ. പക്ഷേ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത്. മീനുകളിൽ എനിക്ക് തോന്നുന്നു മീനിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഈ മീനിന് കിട്ടും കേട്ടോ. ഞങ്ങളന്ന് ഇതുപോലെ അന്ന് നല്ല ലാഭത്തിനായിരുന്നു കേട്ടോ കിട്ടിയത്. എനിക്കൊന്ന് 10 എണ്ണം കൊണ്ട് കിട്ടിയായിരുന്നെന്ന് തോന്നുന്നു, മറ്റേ 100 രൂപയ്ക്ക്. അങ്ങനെ വലിപ്പമുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൊണ്ടുപോയി അന്ന് പണി കിട്ടിയതാണ്. അതിനുശേഷം പിന്നെ ഇതുപോലെ വൃത്തിയാക്കി തരികയാണെങ്കിൽ മാത്രമേ വാങ്ങിക്കാറുള്ളൂ. പിന്നെ ദാണ്ട് നമ്മുടെ വളർത്തുമീൻ, ഇത് വിറ്റ് കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെ കൊണ്ടുപോയി തിരിച്ച് തോട്ടിലിടുമെന്ന് തോന്നുന്നു. ഈ ചേച്ചിയാണ് കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്മൾ നാട്ടിൽ പോണ സമയത്ത് ലക്കിക്ക് 3-4 മീനുകളെ തന്നത്, മറ്റേ ജീവനുള്ളത്. അത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ആ ഒരു വാട്ടർ ഫൗണ്ടനിലിട്ട് അത് ചത്തുപോയി. ആ ഒരു വീഡിയോ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ആ ചേച്ചിയാണ് കേട്ടോ മീൻ തന്നത്. ഇപ്പം കുഞ്ഞു മീനില്ല, അന്ന് ഒരുപാട് കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. അതിന്നാണ് ആ ചേച്ചി ഒരു കവറിൽ ഒരു 7-8 മീൻ ഇട്ട് തന്നായിരുന്നു കേട്ടോ. അത് നമ്മളതുപോലെ കൊണ്ടുപോയി വീട്ടിൽ ബക്കറ്റിനകത്തിട്ട് വെച്ചിരുന്നു. പിന്നെ നാട്ടിൽ പോയപ്പം ഒരു ചെറിയൊരു ഡപ്പയ്ക്കകത്തിട്ട് അങ്ങനെ കൊണ്ടുപോയി. പിന്നെ ഓരോ സ്ഥലത്തെത്തുമ്പോഴും വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് എന്ത് കെയർ ചെയ്തിട്ടാണെന്നാ കൊണ്ടുപോയത്. എന്നിട്ട് പിന്നെ അതിനകത്ത് കൊണ്ടുപോയി വാട്ടർ ഫൗണ്ടനിലിട്ട് അടുത്ത ദിവസമായപ്പം ഓരോന്ന് ചത്തു പൊന്തി വന്ന് ഭയങ്കരമായിട്ട് സങ്കടമായൊരു കാര്യമായിരുന്നു അന്ന്. ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്കെടുത്ത് വെച്ച് നോക്കും. ലക്കി ഒരുപാട് ആശിച്ച് മോഹിച്ച് കൊണ്ടുപോയ മീനുകളായിരുന്നു. ആ മീനില്ലേ, അത് പെട്ടെന്ന് ചാവാത്ത മീനാണ് കേട്ടോ. നല്ല കട്ടിയുള്ള, തലയ്ക്കൊക്കെ നല്ല കട്ടിയുള്ള, ഈ കറുത്ത മീനിൻ്റെ ആണെന്ന് തോന്നുന്നു ആ കിടന്നില്ലേ, അതിൻ്റെ മീനിൻ്റെ കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് ചാവത്തില്ല ആ ടൈപ്പ് മീനെ. ഇപ്രാവശ്യം പോകുമ്പം ഇനിയിപ്പം ചന്തയിൽ വരുമ്പം കാണുകയാണെങ്കിൽ എന്തായാലും 2 എണ്ണം ചേച്ചിയുടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ചെന്നിട്ട് വാട്ടർ ഫൗണ്ടനൊക്കെ നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകിയെടുത്ത് എന്നിട്ട് അതിനകത്ത് ഇടാമെന്ന്. എന്തുകൊണ്ടാണ് ഇനിയിപ്പം നമ്മളെ കേരളത്തിലെ വെള്ളം അതിന് സെറ്റാവാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഏകദേശം നമ്മൾ പോയ വഴിയിലുള്ള വെള്ളം എല്ലാം അതിന് സെറ്റായതായിരുന്നു. ഇനി നാട്ടിലെ വെള്ളം അതിന് സെറ്റായിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ മീൻ വാങ്ങിക്കാൻ വരുമ്പം ഇതുപോലുള്ള മീനുണ്ടെങ്കിൽ എന്തായാലും 2-3 എണ്ണം കൊണ്ടുപോകണം. इसका अंदर क्या है दिखा ചേച്ചി ചിലപ്പം വെറൈറ്റി മീനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കും കേട്ടോ. മറ്റേ മീനിൻ്റെ മുട്ടയും വലിയ മീനുകളൊക്കെ കണ്ടിച്ചതിൻ്റെ മുട്ടയൊക്കെ ചേച്ചി ഇതുപോലെ പാത്രത്തിൻ്റെ അകത്തിട്ട് ഒളിപ്പിച്ച് വെക്കും. അത് ചോദിച്ചതാണ് കേട്ടോ. ഇത് കണ്ട നങ്ക് എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഞാനിത് കഴിച്ചിട്ടില്ല, നങ്ക്. ഞാനിത് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിലൊന്നും ഈ ടൈപ്പ് മീൻ അങ്ങോട്ട് വാങ്ങിച്ച് ഇനി എനിക്ക് ഓർമ്മയിലില്ലാത്തയാണോ എന്നറിയത്തില്ല. അതാണ്ട് നമ്മുടെ നൂറേൻ്റെ കിച്ചണിൽ ഞാൻ ഈ മീൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഞാനിത് കഴിച്ചിട്ടില്ല. അപ്പോഴേ വിചാരിക്കുകയാണ് കാണുമ്പോൾ ഇനി ഇത് വാങ്ങിക്കണമെന്ന്. പക്ഷേ ഈ ഒരെണ്ണമായിട്ട് കൊണ്ടുപോയിട്ടും വലിയ പ്രയോജനമില്ല. ഇതിൻ്റെ സൈഡൊക്കെ കട്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ട് അങ്ങ് തിരിച്ചു കൊടുത്ത്. ഈ അമ്മച്ചിമാർ ഇനിയിപ്പം ഈ മീൻ കളയത്തേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഒറ്റയ്ക്ക് കിടക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നല്ല വെറൈറ്റി മീനുകളൊക്കെ 1ഉം 2ഉം ഒക്കെ എടുത്ത് ഒളിപ്പിച്ച് വച്ചിരിക്കും കേട്ടോ.
ഇവർക്ക് കൊണ്ടുപോകാനായിട്ട്. ഞാനാണ് അങ്ങനെ ഈ അമ്മച്ചീൻ്റെ ലാസ്റ്റ് കസ്റ്റമർ. അങ്ങനെ അതാണ്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് വാ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്, 2 ഫോട്ടോ ഒക്കെ പിടിയെന്നും പറഞ്ഞിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അമ്മച്ചിയില്ലേ, അവർക്ക് എൻ്റെ കൂടെ കൂടിയിട്ട് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം. ആദ്യമൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വന്ന് വിളിക്കുകയാണ്, വാ വീഡിയോ പിടിക്കാം, മാങ്ങയുണ്ട് വന്ന് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോഴേ എന്നെ കണ്ട് എന്നെ വിളി തുടങ്ങി കേട്ടോ. ഞാനപ്പോൾ പറഞ്ഞു മീൻ വാങ്ങിച്ചിട്ട് വരാമെന്ന്. പിന്നെ അതാണ്ട് ഇടിച്ചക്ക പരുവത്തിലുള്ള മറ്റേ ചക്കയും ഒക്കെയുണ്ട്. അതാണ്ട് പച്ച കായ ഞങ്ങൾ മറ്റേ പാളയംകുടം കുറച്ച് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അതാണ്ട് മാങ്ങയ്ക്ക് കിടന്ന് വിളിക്കുകയാണ് കേട്ടോ, ഇത് നീ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. വാന്ന് കുറേ നേരം കൊണ്ട് തന്നെ വിളിക്കാൻ കേട്ടോ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു വേണ്ടെന്ന്. എനിക്ക് കണ്ടിട്ട് ആ മാങ്ങ വാടിയതുപോലെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പം നല്ല അടിപൊളി മാങ്ങകൾ കിട്ടും കേട്ടോ, നല്ല ഫ്രഷ് മാങ്ങ. ഇവിടെ എല്ലാം മാവും നമ്മുടെ നാട് പോലെ തന്നെയാണ് മാവ്. നമ്മുടെ നാട്ടിനേക്കാളും ഒരുപാട് വില കുറച്ച് ഈ സാധനങ്ങളെല്ലാം കിട്ടി. ഇതൊക്കെ ഇവരുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. വാഴത്തട, വാഴക്കൂമ്പ്, മാങ്ങ എല്ലാം ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല ഫ്രഷ് ഐറ്റം. ആ വെണ്ടയൊക്കെ ഇല്ലേ, എല്ലാവരുടെയും വീട്ടിലൊക്കെ പിടിക്കുന്നതാണ് കേട്ടോ. വെണ്ട, മറ്റേ കോളിഫ്ലവർ, എല്ലാ സാധനങ്ങളും നല്ല ഫ്രഷായിട്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം കേട്ടോ. ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് പച്ചക്കറിയും മീനും ഒന്നും അങ്ങോട്ട് സെറ്റാകത്തില്ല. നമ്മളെ നാട്ടിലെയൊക്കെ മീനൊന്ന് കാണണം. മറ്റേ എന്താ പറയുക, പറഞ്ഞു ഇവിടെ ആണെങ്കിൽ ഐസൊന്നും ഇടത്തില്ല കേട്ടോ. പിന്നെ ഈ അമ്മച്ചി എന്നെ ഈ മാങ്ങ അടിച്ചേൽപ്പിച്ചു കേട്ടോ. ഞാനെടുത്ത് നോക്കുകയാണ്, കണ്ടപ്പോൾ മറ്റേ ഈ വിളഞ്ഞതല്ല വാടിയത് വല്ലതും ഉണ്ട്, തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പം വലിയ തെറ്റൊന്നുമില്ല. പിന്നെ ഞാനതങ്ങ് എടുത്ത്. പിന്നെ ഈ വാഴത്തടയും കൂടെ കൊണ്ടുപോകാൻ എനിക്ക് വേണ്ട. അന്ന് ഞാൻ പ്രാവശ്യം എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് കേട്ടോ. ഞാൻ കൊണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ കറി വെച്ച് കൊള്ളായിരുന്നു. പിന്നെ പകുതി കളയാണ് കേട്ടോ ചെയ്തത്. താണ്ട ചക്ക പഴുത്തത് കേട്ടോ, താണ്ട വെച്ചിരിക്കുകയാണ്, വാങ്ങിച്ചോളാൻ. എനിക്ക് ഈ ചക്ക കണ്ടിട്ട് അങ്ങോട്ട് വാങ്ങിക്കാൻ തോന്നിയില്ല കേട്ടോ. ഇനിയിപ്പം നാട്ടിൽ പോകുമ്പം കഴിക്കാമല്ലോ. നാട്ടിൽ സീസൺ തീരുന്നതിന് മുന്നേ നമ്മൾ എത്തുകയാണെങ്കിലും കഴിക്കാം. അതുകൊണ്ട് ചക്ക വാങ്ങിച്ചില്ല കേട്ടോ. ഇവിടെ ചക്കമൂല എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ചക്കമൂല എന്ന് പേരല്ല, ഞാൻ ഇട്ടതാണേ. അവിടെ പഴുത്ത ചക്കകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഭാഗം മൊത്തം പല വെറൈറ്റി ചക്കപ്പഴം ഉണ്ട് കേട്ടോ. താണ്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടെ പച്ചക്കറി കൊണ്ടുവരുന്ന അമ്മച്ചി എന്നെ കണ്ടപ്പോഴേ അവർക്ക് സന്തോഷം കേട്ടോ. ഞാൻ എന്തെങ്കിലും വാങ്ങിക്കുവേ. അങ്ങനെ നല്ല വെണ്ട താണ്ട് അവരുടെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ വെണ്ട. പിന്നെ ഒടിയൻ പയർ. അങ്ങനെ ഞാൻ കുറച്ച് പയർ സെലക്ട് ചെയ്യാണ്. ഇതുപോലെ നമുക്ക് വേറെ എവിടെ കിട്ടും ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാൻ? ഇവിടെ നിന്നൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നാട്ടിൽ ചന്തയിലൊക്കെ പോകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പോവും, എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. പക്ഷേ ഇതുപോലെ തിരഞ്ഞെടുത്ത് വല്ല പുഴുവോ ചീഞ്ഞതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി എടുക്കാം. കൂടുതലും ചീഞ്ഞതൊന്നും കാണത്തില്ല കേട്ടോ. അതല്ല ഫ്രഷ് ഇവർ ചന്തയൊക്കെ ഉള്ള ദിവസം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇതുപോലെ കൊണ്ടുവരും കേട്ടോ. പിന്നെ ഞായറാഴ്ചയാണ് ഒരുപാട് കച്ചവടം നടക്കുന്നത്. അന്ന് നല്ല ഫ്രഷ് സാധനം കൊണ്ടുവരും കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് തിരഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഞാൻ ഈ പറക്കുന്നത് പുഴുക്കുത്തുള്ളതും മറ്റേ മുറ്റിയതും ആണ് കേട്ടോ. നമുക്ക് ഏകദേശം പിടിച്ച് നോക്കുമ്പോൾ കാണാമല്ലോ. പിന്നെ വെണ്ടയ്ക്കയുണ്ട്, വെണ്ടയ്ക്ക എടുക്കുക നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചീരയൊന്നും വാങ്ങിച്ചില്ല. ചീര വിൽക്കുന്ന ചേച്ചിമാർ വിളിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ചീര വാങ്ങിക്കുന്നില്ല. പിന്നെ ഇത് മാത്രം വാങ്ങിക്കാനായിട്ടാണ് കേട്ടോ ഞാൻ ഇരുന്നത്. പക്ഷേ എൻ്റെ കൂടെ പറഞ്ഞു വെണ്ടയ്ക്കയും കൂടെ എടുക്കാൻ. സീസൺ അനുസരിച്ച് പച്ചക്കറി എല്ലാം മാറ്റം വരും കേട്ടോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ സീസണിലും ഏകദേശം എല്ലാ പച്ചക്കറികളും കിട്ടത്തില്ലേ. ഇവിടെ അങ്ങനല്ലേ. ഓരോ സീസണായി കഴിഞ്ഞാൽ അതിൻ്റെതായ പച്ചക്കറികൾ. ഇനിയിപ്പം കോളിഫ്ലവർ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇനി കൂടുതൽ ഇതുപോലുള്ള പാവയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക, പയർ. വെണ്ടയ്ക്കയൊക്കെ നമ്മുടെ തണുപ്പ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, സീസൺ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെണ്ടയ്ക്ക കാണത്തില്ല. തണുപ്പ് മാറി ചൂടങ്ങോട്ടായി കഴിയുമ്പം പിന്നെ വെണ്ടയ്ക്ക വരും കേട്ടോ. പിന്നെ തക്കാളി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എല്ലാ സീസണാണ്. പിന്നെ ഈ വഴുതനയില്ലേ, ഇവിടെ വഴുതന എല്ലാ സീസണിലും കാണും കേട്ടോ. ഇവരുടെ ഫേവറേറ്റാണ്, ഇവിടുത്തുകാരുടെ ഫേവറേറ്റ് ഒരു പച്ചക്കറിയാണ് കേട്ടോ വഴുതന. ചിക്കനിലും മീനിലും എല്ലാത്തിലും ഇടുന്ന ഇവരുടെ എന്താ പറയുക ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് വഴുതന. പിന്നെ ഞാൻ കുറച്ച് വെണ്ടയ്ക്കയും കൂടെ സെലക്ട് ചെയ്യണം കേട്ടോ. വെണ്ടയ്ക്ക പുഴുക്കത്തുള്ളതും മറ്റേ നമുക്ക് ഒടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഒടിച്ചൊക്കെ നോക്കി ഞാൻ കുറച്ച് പറക്കിയിട്ട് എന്നിട്ട് അമ്മച്ചി തന്നെ കുറേ വാരിയിട്ടെ. ഞാൻ പറഞ്ഞു ഇനിയിപ്പം മുറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൻ്റെ അവിടെ വരുമ്പോൾ ഞാൻ അതെല്ലാം കൂടെ പൊതിഞ്ഞെട്ടി തരുമെന്ന്. അങ്ങനെ പറഞ്ഞ് നീ തന്നെ നോക്കി പറക്കി എടുത്തോളാൻ. അങ്ങനെ ഞാൻ തന്നെ എടുക്കുകയാണ് കേട്ടോ. എല്ലാം ഏകദേശം അവിടെ ആയിട്ട് ചില മുറ്റിയതൊക്കെ ഉണ്ട് കേട്ടോ, അത്ര തന്നെ. പിന്നെ
പുഴുക്കുത്ത് ഉള്ളതുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ വിഷമൊന്നും വലുതായിട്ട് അടിക്കാത്ത മരുന്നേ, സോറി വിഷമല്ല മരുന്നൊക്കെ വലുതായിട്ട് വിഷവും മരുന്നും ഒക്കെ ഒന്ന് തന്നെയല്ലേ, വലുതായിട്ട് അടിക്കാത്തത് കൊണ്ട് പിന്നെ എല്ലാം പുഴുക്കുത്തായിരിക്കും. നമ്മൾ നോക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒട്ടുമിക്ക സാധനങ്ങളും വഴുതന തന്നെ ഇപ്പം 1 കിലോ വഴുതന വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പം ചിലപ്പം 2 എണ്ണമോ ആയിരിക്കും നമ്മൾ നോക്കിയെടുത്തില്ലെങ്കിൽ നമുക്ക് കറിയിലിടാൻ പറ്റുന്നത്. ഒട്ടുമിക്കതും പുഴുക്കുത്തും പിന്നെ പച്ചക്കറി എല്ലാം പുഴുക്കുത്തൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഇതുപോലെ നോക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലാണെങ്കിൽ വലിയ പുഴുക്കുത്ത് കാണത്തില്ലല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ്ട് വണ്ടിയിലിട്ട് മാങ്ങ വിൽക്കുന്നു കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ വാങ്ങിച്ച് ആ പച്ച കളറിൽ കിടക്കുന്നില്ലേ, അത് അവർ തന്നെ പറയുന്ന കൊള്ളത്തില്ല, അത് വാങ്ങിക്കണ്ട, മറ്റത് വാങ്ങാൻ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മാങ്ങ വാങ്ങിച്ചതാണ്ട്. ഇവിടെ വണ്ടിയൊക്കെ വെച്ചിരിക്കുന്ന സ്റ്റൈല് കണ്ടോ. ഇവിടെ റോഡിൻ്റെ നടുക്കൊക്കെ കൊണ്ടുവെക്കും കേട്ടോ വണ്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിലൊക്കെ പോകുമ്പം അതൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഞാൻ അടുത്തൊരു വീഡിയോയിൽ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റോഡ് സൈഡിൽ നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നെയാണ് ആളെ ബാക്കി കൂടെ വന്ന മറ്റേ ഒരു ട്രക്ക് തട്ടിയിട്ട്. ഇവിടെ അങ്ങനെ ആണെങ്കിലും മിക്കുള്ള വണ്ടികളും തട്ടിയിടേണ്ടി വരും കേട്ടോ. എല്ലാ റോഡിൻ്റെ നടുക്ക് ഒരറ്റത്തോട്ട് ചേർത്ത് വലിയ കഷ്ടമാണ് കേട്ടോ. ഇവിടെ വണ്ടികളൊക്കെ വെച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദേഷ്യം വരും കേട്ടോ. ഇവിടത്തുകാരുടെ ആ ഒരു രീതി ഏതാണ്ട് നമ്മുടെ പറക്കും തളികയിലെ ബസ് വരുന്ന കണക്ക് ഒരു കല്യാണ വണ്ടി വരുന്നുണ്ടോ, മണ്ടയിലൊക്കെ അതിൽ അമ്മൻകുടം വെച്ചിരിക്കുന്ന കണക്ക് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ ഭയങ്കര ഗംഭീരമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഒരു മോഡലൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെയൊന്നല്ല. നമ്മുടെ നാട്ടിലെ ഇതുപോലെ കല്യാണത്തിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന നല്ല സിമ്പിളല്ലേ. പിന്നെ നേരെ പച്ചക്കറി കടയിലോട്ട് വന്നോട്ടെ. ഇവിടെ വരാണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് അവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഈ അമ്മച്ചീൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ. ഇപ്പം നമ്മൾ എത്ര വർഷങ്ങൾ ഇവിടെ വന്ന ആ ഒരു സമയം മുതൽ കൊണ്ട് ഈ അമ്മച്ചീൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് സ്ഥിരം പച്ചക്കറി വാങ്ങിക്കുന്നത് കേട്ടോ. ഇവിടെയും ഒരു ടൈപ്പ് മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വീട്ടിൽ ചെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും മധുരമാണോ ഇല്ലയോ എന്ന്. ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് മധുരമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ തരിക. നമ്മൾ വീട്ടിൽ കൊണ്ട് ചെല്ലുമ്പോഴാണ് അറിയുക ഇതിൻ്റെ ആ ഒരു ഇത്. പിന്നെ ഒരു ചക്ക ഇരിക്കുന്ന കേട്ടോ. ചക്കയൊന്നും ഇപ്പം വാങ്ങിക്കാൻ തോന്നില്ല. നാട്ടിൽ പോണതിൻ്റെ ആ ഒരു ഗമ വന്നു കേട്ടോ. ഇനിയിപ്പം ചക്കയോടൊക്കെ ഇവിടെ കടന്ന ചക്കയോടൊക്കെ ഇനിയിപ്പോൾ പുച്ഛമാണ്. നമ്മൾ നാട്ടിൽ പോയി മല മറിക്കുമെന്ന് ഏതാണ്ട് തോന്നലാണ് കേട്ടോ. ചക്കയിലൊക്കെ കിടന്ന് ആർമാദിക്കുമെന്ന്. നാട്ടിൽ ചെല്ലുമ്പോൾ പിന്നെ മടിയാണ്, ചക്കയൊന്ന് വെട്ടിയെടുക്കാൻ തന്നെ മടിയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നലത്തെ രാവിലത്തെ ചന്തയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഞങ്ങളുടെ വിശേഷങ്ങൾ കാണാൻ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കില്ല കേട്ടോ. ഇനി പുതിയ വിശേഷങ്ങളായിട്ട് ഉടനെ എത്താം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.